SSLC, ഹയർ സെക്കൻഡറി ബോർഡ് എക്സാമുകൾക്ക് തയ്യാറെടുക്കൂ 90+ മൈ ട്യൂഷൻ ആപ്പിലൂടെ. ഹലോ, ഗുഡ് ഈവനിങ്. അപ്പൊ ഇതിനും ഒരു ഇലക്ട്രിഫൈങ് എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. വെൽക്കം ഓൾ ഓഫ് യു. അപ്പഴേ നമ്മുടെ ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗുഡ് ടെക്നിക്കാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോണേ കേട്ടോ. മൈജിയുടെ ഓൺലൈൻ സൈറ്റ് ആയിട്ടുള്ള www.myg.in എന്ന സൈറ്റിൽ ലോഗിൻ ചെയ്തിട്ട് ബെസ്റ്റ് പ്രൈസിൽ നിങ്ങൾക്ക് ഗാഡ്ജറ്റ്സ് പർച്ചേസ് ചെയ്യാം. അതായത് പ്രമുഖ ബ്രാൻഡുകളുടെ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, AC അങ്ങനെയുള്ള എല്ലാ പ്രൊഡക്ട്സും നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. അത് മാത്രമല്ല, മൈജിയുടെ എക്സ്പ്രസ് ഡെലിവറിയിലൂടെ നിങ്ങൾക്ക് എന്താ പറയുക, നമ്മൾ ഇങ്ങനെ അതിവേഗം നിങ്ങൾക്ക് പ്രൊഡക്ട്സ് സ്വന്തമാക്കാൻ സാധിക്കും, വീട്ടിലെത്തും. സോ ഹാപ്പി ഷോപ്പിംഗ് വിത്ത് മൈജി. എന്നെ മനസ്സിലായി കാണുമല്ലോ. മനസ്സിലായോന്നോ? എനിക്കറിയാം. ഞാൻ വഞ്ചൂര് കോടതി വെച്ച് കണ്ടിട്ടുണ്ട്. പുള്ളി വക്കീലാ. എടാ അസീസ, നീ ഒരു ആർട്ടിസ്റ്റ് അല്ലേ, മിമിക്രി ആർട്ടിസ്റ്റ്. എടാ വക്കീലാണോ ഇത്? ഇങ്ങനെയാണോ വക്കീൽ നടക്കണേ? പിന്നെ ഇത് DYSP. എടാ ഈ കല്യാണ ഫംഗ്ഷൻ ഒക്കെ പോകൂലേ, അപ്പൊ DYSPമാർ ഇങ്ങനെ പോണേ, അല്ലാണ്ട് പോലീസിന്റെ യൂണിഫോം ഇട്ടിട്ട് ഇവിടെ മുദ്രയൊക്കെ വെച്ചിട്ടാണ് പോണേ. ബിനു, ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അറിഞ്ഞൂടെ? അത് ആ ഒരു വ്യക്തിയുടെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇതൊരു പട്ടാള മേജറാണ്, പട്ടാളത്തിലെ മേജറാണ്. പറയട്ടെ, നിങ്ങൾ വെറുതെ ഒരാളെ കൊച്ചാക്കല്ലേ ഇങ്ങനെ. എനിക്ക് മനസ്സിലായ ആളെ അതാണ് പറഞ്ഞ് മനസ്സിലായിക്കോട്ടെ, എല്ലാവരും ഒന്ന് മനസ്സിലാവട്ടെ. എറണാകുളത്ത് ഈ വരുന്ന ഇലക്ഷന് മത്സരിക്കുന്ന MLA സ്ഥാനാർത്ഥിയാണ്. അല്ലേ? ഇനിയിപ്പോ രക്ഷയില്ല, ഞാൻ തന്നെ പറയാം. ഞാൻ ചാപ്ലിൻ. ചാർലി ചാപ്ലിനോ? അല്ലാതെ തങ്കപ്പൻ ചാപ്ലിൻ, ചെല്ലപ്പൻ ചാപ്ലിൻ, ഗോവിന്ദൻ ചാപ്ലിൻ ഉണ്ടോ? ആകപ്പാട് ചാർലി ചാപ്ലിനെ ഉള്ളൂ. ആ ചാപ്ലിനാണ് നിങ്ങള്? ആ ചാപ്ലിൻ ഞാനല്ല. ആ ചാപ്ലിൻ ഇന്റർനാഷണൽ ലെവലിലുള്ള ചാപ്ലിൻ. അവിടെ നമ്മുടെ ഈ ബർഗറും പിസയൊക്കെ തിന്നുന്ന ഇന്റർനാഷണൽ ലെവൽ. ഞാൻ കട്ടൻ ചായയും പഴങ്കഞ്ഞിയും കുടിക്കുന്ന സാധാ നാട്ടും പുറത്തെ ചാപ്ലിൻ. ഞാൻ ഈ ചാപ്ലിൻ ലോക്കൽ ചാപ്ലിൻ വയനാട് ചാപ്ലിൻ. ഞാൻ ഈ ചാപ്ലിൻ ഷോ പരിപാടി നടത്തും എല്ലായിടത്തും നമ്മൾ ചിരിപ്പിക്കാൻ വേണ്ടിയുള്ള. അല്ല, ജോലി എന്താണ് നിങ്ങള്? ചാപ്പിളിൻ വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ പോകുന്നു. ചാപ്പിളിന്റെ ജോലി ചിരിപ്പിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതേപോലെ ചാപ്പിളിന്റെ ജോലിയാണ് ഞാനും ചെയ്യുന്നത്. ഇവിടെ നിങ്ങളെല്ലാവരെയും ഒന്ന് ചിരിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. നടന്നു 4 വർഷമായിട്ട് ഞങ്ങൾക്ക് നടക്കാൻ പറ്റാത്തതാണ് നിങ്ങൾ ഈ കോട്ട് വിട്ടുകൊണ്ട് ഇപ്പൊ നടക്കാൻ പോകുന്നത്. 4 വർഷമായിട്ട് മൂക്കിന്റെ താഴെ വണ്ടി വണ്ടല്ലത്
പിന്നെ ആദ്യമായിട്ടാണ് ചാർലി ചാപ്ലിനെ കാണുന്നത് അല്ലേ? ഇല്ലല്ല വിവരമില്ല. നെടുമങ്ങാട് ഉള്ളേരിയയിലുള്ള ഒരു കുഗ്രാമത്തിൽ അല്ല ഞാൻ ഇങ്ങനെ നമ്മുടെ നെടുമ്പങ്ങാട് ഇങ്ങനെ വണ്ടി എടുത്തു. ചാപ്ലിന്റെ മീശ എങ്ങനെയാണ് ചാർലി ചാപ്ലിന്റെ? ചാപ്ലിന്റെ മീശ എനിക്കറിയാം, ഇത് വണ്ട. അല്ല ഞാൻ മരിക്കും. കാരണം കോമഡി അത്ര ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ. അതിനെ ഇങ്ങനെ ഇല്ലാതാശമാക്കുന്നതിന് ഞാൻ സഹിക്കത്തില്ല. ഞാൻ വേണം ജീവത്യാഗം ചെയ്ത് കളയും. ഒരു കാര്യം ചെയ്യാം, ഈ കോമഡി എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങളുടെ ഗസ്റ്റ് അല്ലേ ആവുന്നിരിക്കുന്നത് അതെ, ഷാജു ചേട്ടൻ. ഷാജുൻ ചേട്ടൻ. ഈ ഷാജുൻ ചേട്ടന് നിങ്ങളൊരു പൂ കൊടുക്കുവാണെങ്കിൽ എങ്ങനെ കൊടുക്കും? ഇങ്ങനെ കൊടുക്കും. അതെങ്ങനെ കൊടുക്കും? പക്ഷെ ചാപ്പിളും കൊടുത്താൽ അങ്ങനല്ല. പ്രത്യേകിച്ച് നിങ്ങൾ ചിരിക്കും, നിങ്ങളെ ഗസ്റ്റ് ചിരിക്കും. അങ്ങനെ ചിരിപ്പിക്കുന്ന രീതിയിൽ കോമഡി രീതിയിലാണ് ഞങ്ങൾ കൊടുക്കുന്നത്. കൂട്ടച്ചിരിയാവും ഇവിടെ. അയ്യോ കൂട്ടച്ചിരിയാവും, ഒന്ന് കാണിച്ചോ. കൂട്ടച്ചിരി. പക്ഷെ നിങ്ങളെ ഗസ്റ്റിന് ചിരിച്ചിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കണം. ചിരി ആഗ്രഹിക്കുന്ന ഒരാളാണ് അല്ലേ ഷാജി ചേട്ടാ? ചെറിയ സംഭവം കണ്ട് അപ്പൊ പൊട്ടിച്ചിരിക്കുന്ന ആളാ. അപ്പൊ ഇത് ചിരിച്ച് വീണത് തന്നെ. അപ്പൊ ഫ്രണ്ടില്ലാതിരിക്കുന്ന ഗ്ലാസ് ആണെങ്കിൽ മാറ്റിക്കോ, തല വന്ന് അടിച്ചിട്ട് പിന്നെ ഞാൻ എപ്പ ചിരിക്കണം? പൂ തരുമ്പം ചിരിക്കണോ? അല്ലല്ല, അങ്ങനെ അത് പുള്ളി പറഞ്ഞ പറയട്ടെ, ചിരിയല്ല. ഉള്ളീന്ന് ചിരി വരണം. ആ ചിരി വന്നില്ലല്ലോ. ഷിയാസ് ഇതിന് നന്നായിട്ട് ഇവിടെ കാണിക്കുമല്ലോ. ദൈവത്തെ ഓർത്ത് ചിരിക്കണം, അല്ലെങ്കിൽ എനിക്ക് അങ്ങോട്ട് ചെന്ന് കയറാറുള്ളതാണ്. ഞാൻ എപ്പോഴും ചിരിക്കണം? അപ്പൊ ഞാൻ ഈ പൂ തന്നില്ലേ, അപ്പൊ തിരിച്ചു പോകുമ്പോൾ ചിരിച്ചാൽ മതിയോ? ഒരു കാര്യം ചെയ്യാം. ഒരു കാര്യം ചെയ്യാം, ഞാൻ പോകുന്ന വഴിക്ക് കാറായിരുന്നു ചിരിക്കാം. ആർക്കും ഒരു ശല്യം വരത്തില്ല. അപ്പൊ അത് ഞാനെങ്ങനെ കാണും? ഒരു കാര്യം, ഒരു മിനിറ്റ്. 19 തീയതി ഫ്രീ ആണോ? നമുക്ക് റൂം എടുത്തിട്ട് നമുക്ക് രണ്ടുപേർ കൂടെ ചിരിക്കാം. അപ്പൊ പിന്നെ വലിയ കുഴപ്പമില്ല. 19 തീയതി ഞാൻ ഫ്രീ അല്ലല്ലോ. ഫ്രീ അല്ലേ? അല്ലല്ലോ. എന്റെ പൊന്ന് സഹോദരൻ, ഇപ്പൊ ഒന്ന് ചിരിപ്പിക്കാൻ ചെയ്യാൻ പറ്റും? ഒന്ന് ചിരിക്കണം, അല്ലെങ്കിൽ എനിക്ക് നിവർത്തിയാട് അങ്ങോട്ട് ഒന്ന് കയറാൻ പറ്റത്തില്ല. അയ്യോ ചിരിക്കുക. അതെന്തോ ആയിക്കോട്ടെ, ഇനിയിപ്പം ഞാനും ചെയ്യാൻ പറ്റും. വട്ടത്തിൽ പൊളിഞ്ഞാൽ എനിക്ക് നീളത്തിൽ പോകാനല്ലേ പറ്റത്തുള്ളൂ. ഹലോ, നമ്മൾ ചിരിക്കേണ്ടത് എപ്പോഴാണെന്ന് അറിയാമോ? നിങ്ങൾ ഇവിടെ പൂവും കൊണ്ട് പോകുമ്പോഴാണ് നമ്മൾ ചിരിക്കേണ്ടത്. നിങ്ങൾക്ക് എവിടെയാണ് ചിരി തുടങ്ങിയത് അത് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് ആർക്കും പിടുത്തം കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഈ സാധനത്തിന്റെ പൊരുൾ പിടുത്തം കിട്ടി. നമ്മളിത് ഇപ്പോഴല്ല ചിരിക്കേണ്ടത്. നമ്മൾ ഈ പരിപാടി കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഭാര്യ മക്കളൊക്കെ ആയിട്ട് ഇരിക്കുമല്ലോ, ആ സമയത്താണ് ഇത് പറഞ്ഞു ചിരിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഭ്രാന്താന്ന് ആൾക്കാർ പറയത്തില്ലേ? ആപ്റ്റായ ഒരു സംഭവം ചിരിക്കാൻ പറ്റിയ സ്ഥലം എനിക്ക് അവിടെ തോന്നുന്നു. ഓഹോ, ഈ സ്ഥലത്തൊന്നും എനിക്ക് ചിരിക്കാൻ തോന്നില്ല. നിങ്ങളല്ലേ കഴിഞ്ഞ ആഴ്ച ഒരു വേദനിക്കുന്ന കോടീശ്വരം ചെയ്തത്? അതൊക്കെ എന്ത് ഹിറ്റായിരുന്നു. അതിന്റെ കോമഡി ആണെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് വന്നപ്പോ മണിയുടെ രണ്ടുപേരും നിർത്താതെ ചിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞതല്ലേ? ഈ ആഴ്ച ചിരി നടക്കുന്നേ ഉള്ളൂ എന്റെ. സംഭവം. അയ്യോ, ചാർലി ചാപ്പയല്ലേ? ചാർലി ചാപ്പാന്ന്. അയ്യോ, അതിന് ഞാൻ ഭയങ്കരമായിട്ട് ചിരിച്ചു കേട്ടോ. ചാർലി ചാപ്പാന്നോ? നിങ്ങളെ ഫാമിലിയൊക്കെ ഫാമിലിയുടെ കാര്യം ഒന്നും പറയണ്ട, കാരണം ഭയങ്കര വിഷമമുള്ള. നിങ്ങൾക്കറിയാലോ, ഇങ്ങനെ ചിരിപ്പിക്കാൻ നടക്കുന്നവരുടെ ഉള്ളിൽ ഭയങ്കര വിഷമങ്ങൾ കാണും. വീട്ടിലെ ഓരോ ബുദ്ധിമുട്ടുകളും പ്രാരാബ്ദങ്ങളും വിഷമങ്ങളും ഒക്കെ. അനിയനാണെങ്കിൽ മെന്റലാ. അയ്യോ, മെന്റലോ? അവൻ ഭാര്യ പ്രസവിച്ചെന്നറിഞ്ഞ് മെന്റലായതാ. സന്തോഷിക്കുമല്ലോ വേണ്ട. ആദ്യ രാത്രി തന്നെ ഭാര്യ പ്രസവിച്ച പിന്നെ മെന്റലാവത്തില്ലേ? കല്യാണം കഴിഞ്ഞിട്ട് അന്ന് നിങ്ങൾക്കാണെങ്കിൽ മെന്റലാവൂ? എനിക്ക് മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ അവന്റെ മെന്റല്. അച്ഛന്റെ അസുഖം. അച്ഛനാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച മരിച്ചുപോയി. പിണങ്ങി കിടന്ന് മരിച്ചു. പിണങ്ങി കിടന്ന് എങ്ങനെയാ മരിക്കണം? എന്ത് വർത്താനം പറഞ്ഞ? പിണങ്ങി കിടന്ന് ആരെങ്കിലും മരിക്കോ? ഞാൻ എത്ര പ്രാവശ്യം പിണങ്ങി കിടന്ന് വീട്ടില്. അതേപോലൊന്നും അല്ല. ഒരു 3-3.5 വർഷം അമ്മയടുത്ത് ഞങ്ങളടുത്തൊന്നും മിണ്ടാതെ പിണങ്ങി അങ്ങ് കിടന്ന് ആഹാരം കഴിക്കാൻ പിന്നെ മരിച്ചു പോകത്തില്ലേ? ഇടയ്ക്ക് വെച്ച് അമ്മയൊന്ന് കണ്ണു കാണിച്ചിട്ട് ഒരു പ്ലേറ്റ് ചോറെങ്കിലും കൊണ്ടു കൊടുത്തന്നെ. പുള്ളി പിണക്കം വിടണ്ടേ? ചേട്ടാ വേറെ അനിയനുണ്ട്. ഞങ്ങൾ 2 പേരാണ്. ഒന്ന് ഞാനും അനിയനും. ഒന്ന് ഞാൻ കോമഡിയും അനിയൻ സീരിയസുമാണ്. പുള്ളി സീരിയസ് വേഷം ചെയ്യണം. സീരിയസ് വേഷമല്ല, അവൻ തെങ്ങിന്ന് വീണ് നട്ടലൊക്കെ ഒട്ടിച്ച് ഇങ്ങനെ പൊട്ടി വെന്റിലേറ്ററിലാണ്. അതങ്ങനെ തെങ്ങിന്ന് വീഴുന്ന എങ്ങനെ? എന്റെ കോമഡി ആയിട്ട് കൈവിട്ട് അടിക്കാൻ വേണ്ടി കൈവിട്ടതാണ്. അല്ല, ചാപ്ലിൻ കല്യാണം കഴിഞ്ഞാണോ? കല്യാണം കഴിഞ്ഞു. ഭാര്യയെ ചിരിപ്പിക്കാറൊക്കെ ഉണ്ടോ? അയ്യോ, ചിരിപ്പിക്കാറുണ്ടെന്ന്. 10-16 വർഷം കൊണ്ട് ചിരിപ്പിച്ച് അവസാനം അവൾ എന്നെ കരയിപ്പിച്ച് വേറെ തന്നെ ഇറങ്ങിയാ പോയി. അയ്യോ, അങ്ങനെ 16 വർഷം കൊണ്ട് ചിരി മാത്രം മതിയോ? എങ്കിലും ജോലിക്കൊക്കെ ഇറങ്ങി പോണ്ടേ? നിങ്ങൾക്കറിയാവോ, ജീവിതത്തിൽ ഇത്രയും വിഷമങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് ഞാൻ മഴയത്തൂടെ നടക്കുന്നത്. മഴയത്തൂടെ നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ കരയുന്നത് മറ്റുള്ളവർ കാണാൻ പാടില്ല. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തെ, എനിക്ക് മഴയത്ത് നനഞ്ഞുകൊണ്ട് നടക്കണ ഭയങ്കര ഇഷ്ടമാണ്. അത് പാൻറ്റി പെടുക്കുന്ന ആരും അറിയാതിരിക്കാമല്ലോ.
അല്ലാതെ എന്നെ പോലെ ഞാൻ ചാർലി ചാപ്പിന് തമ്മിലൊരു ബന്ധമുണ്ട്. എന്താണ്? ചാർലി ചാപ്പിൽ ഡയലോഗ് പറഞ്ഞ് ആരെയും ചിരിപ്പിക്കാറില്ല. അതെ 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 അതെ. പക്ഷേ ഈ ചാർലി ചാപ്ലിൻ ആക്ഷൻ കോമഡിയിലാണ്. അതാണ്. ഞാൻ കോമഡി കഴിഞ്ഞിട്ടാണ് ആക്ഷൻ. അതെങ്ങനെ? പറഞ്ഞ കോമഡി ഏറ്റില്ലെങ്കിൽ അയ്യോ ഒന്നും ചെയ്യല്ലേ പോട്ടെ, ഒരു അരച്ചാൽ വയറിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞതാണ് പിന്നീടാണ് ഇത് Action action. കാണിച്ചത്. ആ. Okay. ഇതൊക്കെ പിന്നെ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു മൈം കാണിച്ചു തരാം. വളരെ വ്യത്യസ്തമായ ഒരു മൈം. അപ്പൊ കാണിക്കാം വ്യത്യസ്തത നമുക്ക് ഇഷ്ടം. വ്യത്യസ്തത ഇഷ്ടമാണല്ലോ. അപ്പൊ ഈ മൈം കണ്ടിട്ട് നിങ്ങൾ അത്ഭുതപ്പെടരുത്. ഇല്ല ഇല്ല. ഓക്കെ, കാരണം നമുക്കറിയാലോ ഒന്നും ഉണ്ടാവില്ല. ചിരിച്ചു കുടലിന് അസുഖം വരരുത് എന്നാ കാണാം. ഓക്കെ, റെഡി? എങ്ങനെയുണ്ട്? എന്താണ് കാണിച്ചത്? അതാണ് കോമഡി. ഈ കോമഡി ഞാൻ എവിടെ കാണിച്ചാലും നല്ല കൈയടിയായിരുന്നു. അതാണ് കുടല് മറിഞ്ഞ് ചിരിക്കുന്നത്. അല്ല ഇതിവിടെ ഒരുപാട് സുധീർണ ചെയ്തിട്ടില്ല. ആരാണ് ഇതൊക്കെ കണ്ടിട്ട് ആരാണ് ചിരിക്കാറുള്ളത്? അല്ല നിങ്ങൾക്ക് ചിരിക്കാൻ മനസ്സിലാവാത്തോണ്ടായിരിക്കും. സുധീർണ ഇവിടെ ഈ കസേര ഇരുന്ന് ഉറങ്ങിയിട്ടുണ്ട്. നമ്മൾ കസേര കിടന്ന് മാറ്റി ഇങ്ങനെ ഇരുന്ന് ഉറങ്ങിയിട്ടുണ്ട്. ആണോ? എനിക്ക് നിങ്ങൾ ഇപ്പോഴാണ് ഒരു ഓർമ്മ വന്നത്. നിങ്ങൾ ഏതോ കല്യാണം വീട്ടിട്ട് എന്തോ ജോലി ചെയ്യിപ്പിച്ചെന്നോ കോമഡി കളിക്കാൻ പോയത്. അത് ഉള്ളതാണ്. ഇപ്പൊ മനസ്സിലായി. അത് കല്യാണം വീട്ടിൽ വേറെ പണി കിട്ടിയതാണ്. എന്താണ് അത്? ഈ എല്ലായിടത്തും എന്നെ ചിരിപ്പിക്കാൻ വേണ്ടി, ആൾക്കാരെ ചിരിപ്പിക്കാൻ വേണ്ടി വിളിക്കുമല്ലോ. ഞാൻ അങ്ങോട്ട് ഓടി അങ്ങോട്ട് ഇറങ്ങി ചെന്നപ്പോ എന്നെ നേരെ വിളിച്ചെടുത്ത് കലവറയിലോട്ട് കൊണ്ടുപോയി, പാചകപ്പുരയിലോട്ട്. അവിടെ കൊണ്ടുവന്നിട്ടൊരു 101 തേങ്ങ തിരുമ്മി വെച്ചേക്കുന്നു. അതിന്റെ പാലെടുപ്പിച്ച് ഞാൻ അറിഞ്ഞോ, അവരവിടെ ഷെഫിനെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ ഈ കോലത്തിൽ ചെന്ന് അങ്ങോട്ട് ഇറങ്ങി കൊടുത്തത്. അവര് ഞാൻ ചാർലി ചാപ്ലിനാന്ന് പറയാൻ പോലും നിൽക്കുന്നത് ഇടിച്ചെടുത്തോണ്ട് നേരെ അവിടെ കൊണ്ടുപോയി ഷെഫാന്ന് വിചാരിച്ചിട്ട് തേങ്ങ മൊത്തം പിഴിപ്പിച്ച് അങ്ങനെ ആ പാടൊരു പണി കിട്ടി. ചിരിപ്പിച്ചോ? എന്നെ ചിരിപ്പിച്ചു. അവിടുത്തെ ഒരു കാരണവരെ ചിരിപ്പിച്ച് ചിരിച്ച് ആ കാരണവര് കമന്നടിച്ച് തലകും കുത്തി വീണു. എന്നിട്ട് സംഭവിച്ചത്? എന്നിട്ട് മലർത്തി കിടത്ത് ഞാൻ റീത്തെടുത്ത് വെച്ച് പിന്നെ പുള്ളിയുടെ 16 ഞാൻ തന്നെ ചെയ്ത് അവിടുത്തെ പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ വേറൊരു കാര്യം, എന്താണ്? ഈ ചാപ്പിളിന് കുട്ടികളെന്ന് പറഞ്ഞ വീക്ക്നെസ്സാ. അയ്യോ അതല്ല, ഈ സാധാരണ നമ്മുടെ കൊച്ചുകുട്ടികളില്ലേ, അവരാണല്ലോ നമ്മളെ വളർത്തുന്നത്. നമ്മുടെ കോമഡിയൊക്കെ, ചാപ്പിളിന്റെ കോമഡിയെല്ലാം ഏറ്റവും കൂടുതൽ കാണുന്നത് അവരാണല്ലോ. അല്ലെ നിങ്ങൾ ഈ ചാപ്ലിന്റെ ഷോ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ചാപ്പിളിന്റെ ഷോ ഇല്ലെങ്കിൽ ഞാൻ സത്യം ചെയ്യും. സത്യം ചെയ്യോ? ഇനി ചെയ്യില്ലെന്നോ? അതല്ല, സത്യം മാഷിന്റെ ഫിഗർ ചെയ്ത് ജീവിക്കും. അതെങ്ങനെ ഈ വേളത്തിൽ സത്യം മാഷിനെ ഫിഗർ ചെയ്യണേ? അയ്യോ ഇതല്ലേ എളുപ്പം. അതാവുമ്പോ തൊപ്പി മാറ്റി വെച്ചിട്ട് മുടി മാത്രം ഒന്ന് ക്ലിയർ ചെയ്താൽ മതിയല്ലോ. അപ്പോഴത്തേക്ക് സത്യം ഭാഷം ചെയ്യാം. അതെങ്ങനെ ഇപ്പൊ കാണിച്ചത്. സ്വർഗായികേ ഇതിലേ ഇതിലേ സ്വപ്നലോലുപേ ഇതിലേ ഇതിലേ. അടിപൊളി. എങ്ങനെയുണ്ട്? ഇത് ഞങ്ങൾ അംഗീകരിച്ചിരി. ഇത് അല്ല, നമുക്ക് ഏതെങ്കിലും ഒന്ന് ചെയ്ത് ജീവിക്കണ്ടേ? തകർത്ത് ഇപ്പൊ ഒരു വേദിയില് ചാപ്ലിൻ ചെയ്യണം, സത്യന് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു ജുഗൽബന്ദിയായിട്ട്. ജുഗൽബന്ദിയായിട്ട് എന്ത് ചെയ്യും? പറ. സ്വർഗായികേ ഇതിലേ ഇതിലേ സ്വപ്നലോലുപേ ഇതിലേ ഇതിലേ. ഭവാനി ഒന്നിങ്ങോട്ട് അടുത്ത് വരൂ. നീ ഇങ്ങോട്ട് വരുന്നോ അതോ ഞാൻ അങ്ങോട്ട് വരണോ? അവിടെ സത്യനായി മാറും. രണ്ട് കിട അടിപൊളി അടിപൊളി. ിൽ നിന്നും കൽപ്പന മധുരഭാഷിണിയായി മന്ത്രിക്കുന്നു. അമ്മേ, സ്വന്തം അച്ഛനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയതാണോ അമ്മേ ഞാൻ ചെയ്ത തെറ്റ്? ഒരു തെറ്റുമില്ല. ഇങ്ങനെ ഒരു മോനെ ഭവാനി പിഴച്ചവളാണോ അസീസ്? ചാപ്പിളയാ. ഇഷ്ടംപോലെ കാമുകിമാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ എവിടെ? ഇതൊക്കെ ഓരോ സൈഡിൽ നിന്ന് തുടങ്ങും അല്ലേ? അതാണ് സീസൺ ആകുമ്പോ ഓരോരുത്തരെ മാറ്റി എടുക്കും. ചാപ്ലിൻ എന്തായാലും വന്നു. ഉഗ്രം പരിപാടികളൊക്കെ ആയിരുന്നു. ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. എന്തൊരു പെർഫെക്ഷൻ ആയിരുന്നു അല്ലേ? അടിപൊളി. അടിപൊളിയായിരുന്നു. ശശാങ്കന് ഇനി വേദിയില്
ഒരു ഐറ്റം സെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് കളിച്ച് ഫലിപ്പിക്കണം. കറക്റ്റ് ഫിഗർ ആയിട്ടുള്ള ഒരു സംശയമില്ല ശശാങ്കൻ. കാര്യം നമ്മൾ ആദ്യം ശശാങ്കൻ വരും എന്ന് പറഞ്ഞപ്പോൾ നമ്മളിങ്ങനെ മേളിൽ നോക്കി നിൽക്കില്ല. ആ ഒരു വരവ് അവിടെ ശശാങ്കനെ കാണും. രക്ഷയില്ല. ആ കണ്ട പെർഫെക്ഷൻ അല്ല ഇവിടെ വന്ന് ചെയ്തപ്പോൾ സൂപ്പറായിരുന്നു. ഗംഭീരം. ഒരു ട്രൂ ആർട്ടിസ്റ്റ് ആണ്. റിഹേഴ്സൽ ടൈമിൽ ഒന്നും പുറത്തെടുക്കാണ്ട് ഓൺ ടേക്കിൽ ആക്ഷൻ എന്നുള്ള വേർഡ് കേൾക്കുമ്പോൾ നമ്മൾ ആക്ഷൻ എന്ന് പറഞ്ഞാൽ വലിച്ച് നീ പുറത്തേക്കിട്ട് ഇടല് ഭയങ്കരമായി പോയി. ശരിക്കും സ്റ്റാർ മാജിക്കിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ ആർട്ടിസ്റ്റുകൾക്കും അവരവരുടേതായിട്ടുള്ള ഓരോ ക്യൂട്ട്നെസ് ആണെങ്കിലും ഒരു യുണീക്നെസ് ഉണ്ട്. ഒരാൾ ചെയ്യുന്ന രീതിയിലല്ല മറ്റൊരാൾ ചെയ്യുക. ഒരിക്കലും അവിടെ ഒരു കമ്പാരിസന്റെ ആവശ്യമില്ല. കമ്പയർ ചെയ്യാൻ പറ്റില്ല നമുക്ക്. അതുകൊണ്ട് തന്നെയാണ് സ്റ്റാർ മാജിക്കിലെ ഓരോ ആർട്ടിസ്റ്റുകൾക്കും അവരുടേതായിട്ടുള്ള ഫാൻസ് അസോസിയേഷനും ഡിഫറെന്റ് ആയിട്ട് നിൽക്കണേന്ന് വേണം പറയാനായിട്ട്. തങ്കു ഇതിനു മുമ്പ് ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉണ്ടല്ലോ ശരിക്കും നമ്മളെ ഞെട്ടിച്ചു ശശി. ഇതിനു മുമ്പ് ഒരു ഡാൻസർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ മനസ്സിലുണ്ട്. ഓരോ പൂവാലിനായിട്ട് അങ്ങനെ ഒരുപാട് ഇതില് 100 മാർക്ക് ആദ്യത്തെ ഒരു മിനിറ്റ് എൻട്രിയിൽ തന്നെ ശരിക്കും അടിച്ചുകൊണ്ട് പോയി എന്ന് വേണം പറയാനായിട്ട്. അദ്ദേഹം കത്തിനെടുത്തു, ചാർലി ചാപ്ലിനെ എടുത്തു. തൊപ്പി മാറ്റിയിട്ട് നരപ്പിക്കുവാണെങ്കിൽ 3-ാം പക്കത്തിൽ തിലകനങ്ങളെ നിങ്ങൾക്ക് കിട്ടും. ഡെഡിക്കേഷൻ, അതുപോലെ തന്നെ അനാലിസിസ്, ഈ 3 കാര്യങ്ങൾ. കാരണം എളുപ്പമല്ല ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ത്രെഡ് കൊടുക്കുമ്പോൾ അത് ചെയ്ത് ഫലിപ്പിക്കാന്ന് പറയുന്നത്. എത്രത്തോളം റെഫറൻസ് എടുത്തിട്ടുണ്ട്? നമ്മള് മേക്കപ്പ് ചെയ്യാൻ നേരത്തെ ഇതൊന്നും നോക്കി. നേരത്തെ നമുക്കറിയാലോ ചാർലി ചാപ്ലിൻസിന്റെ സ്റ്റൈലും കാര്യങ്ങളും ഒക്കെ അറിയാമെങ്കിലും അത് പ്ലേ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മുഖത്തിന് ഭയങ്കര ക്യൂട്ടാണ് ചാർലി ചാപ്ലിൻ എന്ന് പറഞ്ഞ ഈ പ്രതിഭാസത്തെ. ഒരു വലിയ ഗൈഡ് കൊടുക്കാം പ്ലീസ്. ശശു എനിക്ക് ഒരു പൂവാണ് തന്ന 1000 പൂവായിട്ട് ഞാൻ ബാക്കി 999 എപ്പോ തരും. താങ്ക് യു സോ മച്ച് ശശു. ഇനിയും ഞങ്ങളെ ഞെട്ടിക്കാനായിട്ട് ഇതുപോലെ പെർഫോമൻസ് ആയിട്ട് വരാം. അപ്പളേ SLC +2 ബോർഡ് എക്സാംസ് ഒക്കെ ദാ ഇങ്ങനെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ടെൻഷൻസ് ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷേ കൂളായിട്ടിരിക്കുക. 90+ മൈ ട്യൂഷൻ ആപ്പിൽ ഒരുപാട് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എക്സാം സ്പെഷ്യൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ടല്ലോ ഒരുക്കിയിട്ടുണ്ട്. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ അടിസ്ഥാനമാക്കിയിട്ട് ചാപ്റ്റർ അടിസ്ഥാനത്തിലാണ് ഓരോ ക്വസ്റ്റ്യൻ ബാങ്കും തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പം പരീക്ഷ പേടി ഒന്നും വേണ്ട, ഇപ്പൊ തന്നെ ഡൗൺലോഡ് ചെയ്തോളൂ 90+ മൈ ട്യൂഷൻ ആപ്പ്. അവിടെ സ്റ്റാർ മാജിക്കില് ഒരു അടിപൊളി ഗെയിമിലേക്ക് നമ്മൾ പോവാൻ പോവാണ്. ഈ ഗെയിമിന്റെ വിധി എന്താണ് എന്നുള്ളത് ഈ പേര് തന്നെ ഉണ്ട്. മൂവിംഗ് ഓൺ ടു ദി ഗെയിം ദാറ്റ് ഈസ് എന്റെ കൊച്ചിന്റെ തലയ്ക്ക് എന്തോ കുഴപ്പമുണ്ട്, ലൂസാണ്. അത് വെച്ചിട്ട് ഒന്ന് പേരിട്ടോട്ടെ. മൂവിംഗ് ഓൺ ടു ദി ഗെയിം ആൻഡ് ദാറ്റ് ഈസ് പൊട്ടണോ പൊട്ടിക്കണോ. അപ്പളേ ഈ പേരിന് 2 അർത്ഥങ്ങളുണ്ട്. പൊട്ടണോ അതെങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ബലൂൺ പൊട്ടിക്കലാവാം, അല്ലെങ്കിൽ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചിട്ട് നിങ്ങൾ പറയുന്നതായിരിക്കാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം, എനിക്കതിനൊരു വിഷയമില്ല കേട്ടോ. അപ്പൊ പൊട്ടണോ പൊട്ടിക്കണോ, അതായത് ഗെയിം കഴിയുമ്പോ പൊട്ടിയവർക്ക് പൊട്ടിക്കൽ കിട്ടും, അങ്ങനെയും വേണമെങ്കിൽ വിചാരിക്കാം. എനിക്ക് അല്ല ഒരു പേരിടുന്നതിന് എത്രയൊക്കെ ചിന്തിക്കും, ഏതൊക്കെ ലെവലിൽ ഇത്രയും അർത്ഥവത്തായ വരികളാണ്. പല രീതിയിൽ നമുക്ക് ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്ത് റൂട്ട് ഇങ്ങനെ മാറ്റി കൊണ്ടുപോകാം. ഓക്കെ, അപ്പൊ ഏത് വേണം ഓപ്ഷൻ എന്നുള്ളത് നിങ്ങൾക്ക് എടുക്കാം ഗെയിം കളിച്ചു കഴിയുമ്പോ. അപ്പം ഈ ഗെയിം എങ്ങനെയാന്ന് പറഞ്ഞാൽ 2 ടീം ഒരുമിച്ചായിരിക്കും കളിക്കുക. ചേട്ടാ പൊട്ടണോ പൊട്ടിക്കണോ എന്നുള്ള ഗെയിമിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. ഓക്കെ, ആക്ച്വലി PSC ക്വസ്റ്റ്യൻ ബാങ്കിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ സ്ഥിരം വരുന്നൊരു ഗെയിമാണ് കേട്ടോ ഈ പൊട്ടണോ പൊട്ടിക്കണോ. അപ്പോൾ 2 ടീമിൽ ഓരോരുത്തർ വെച്ചിട്ടാണ് കളിക്കുക. ബസർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. സെന്ററിൽ നിൽക്കണു, സെന്ററിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഇതിന്റെ മുകളിൽ ഒരു നീഡിൽ വലിയൊരു സൂചി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ സർക്കിളായിട്ട് എല്ലാം ഇങ്ങനെ ഒറ്റ സർക്കിളിൽ ഇങ്ങനെ പൊട്ടിച്ച് തീർക്കണം. അതാണ് ഗെയിം. ഏറ്റവും ആദ്യം പൊട്ടിച്ച് തീർക്കുന്ന ടീമായിരിക്കും ജയിക്കുക. പൊട്ടണോ ബാക്കിയുള്ളവർ പൊട്ടിക്കാൻ റെഡി ആയിരിക്കും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം അടുത്ത ആൾക്കാർ വരണു. അങ്ങനെയാണ് ഗെയിമിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. ചേട്ടാ കൗണ്ട് ഡൗൺ ഇത്തവണ അവിടെ നിന്ന് കൊടുത്താലോ? തീർച്ചയായിട്ടും. 1 2 3 റെഡി 1 2 3 സ്റ്റാർട്ട്. അങ്ങനെ തല്ലിക്ക അതന്നെ. കുത്തല്ലേ
വെരി ഗുഡ്. ഓക്കെ ഡയന, എന്തായിരുന്നു കാൽക്കുലേഷൻസ്? എവിടെയാണ് പിഴവ് വന്നത്? ഓക്കെ, എല്ലാ കാൽക്കുലേഷൻസും തെറ്റിപ്പോയി. എന്ത് ചെയ്യാൻ? അങ്ങനെ തന്നെ നിക്കണേ, അത് തെറ്റിപ്പോരുത് എന്റെ കണ്ണിൽ. അതെ. ഓക്കെ, എന്തായിരുന്നു കാൽക്കുലേഷൻ തെറ്റാൻ കാരണം? മനസ്സിൽ കണ്ട ആ ഒരു ഡിസ്റ്റൻസും കാര്യങ്ങളും ഒന്നും കറക്റ്റ് ആയിട്ട് വന്നില്ല. കാൽക്കുലേഷൻ നോക്കണ്ടേ? കാണാൻ പറ്റില്ല. കാണാൻ പറ്റില്ല. ഇത് ഉച്ചിലല്ലേ ഇരിക്കുന്നേ, കാണാൻ പറ്റില്ല. ശരി, ഓക്കെ. അപ്പൊ മനസ്സിലായല്ലോ, എത്രയൊക്കെ കാൽക്കുലേറ്റ് ചെയ്താലും ഇത് കളിക്കണ സമയത്ത് അത്ര എളുപ്പമല്ല കേട്ടോ ചെയ്യാനായിട്ട്. നമ്മൾ വിചാരിക്കണ പോലെ കാണാൻ പറ്റില്ല, അതൊരു പോയിന്റാ. ഏതായാലും നമ്മൾ ഇനി സെക്കൻഡ് റൗണ്ടിലേക്ക് കടക്കുമ്പോൾ ഇപ്പൊ ജയിച്ചിട്ടുള്ളത് അന്നയുടെ ടീമാണ്. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ് ടു ബിനു, അടിമാലി ആൻഡ് ടീം. അപ്പോ ഇത് പറഞ്ഞപ്പോണ്ടല്ലോ, ശരിക്കും പറഞ്ഞാ നമ്മുടെ ബിനു ചേട്ടന്റെ നെഞ്ചിന്റെ വിരിവ് കുറച്ചും കൂടെ ഒന്ന് കൂടി. അതെടാ, ഞാൻ തന്നെയാടാ, എന്റെ ടീം തന്നെയാടാ. ആ ഒരു അഭിമാന ചേട്ടന്റെ മുഖത്ത് കാണുന്നത് കൊണ്ട് തന്നെ ഇല്ല, ഞാൻ ഈ സൈസ് പരിപാടി ചാട്ട എടുക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ഞാൻ ഇങ്ങനെ ഇരിക്കും, കാരണം സന്തോഷിക്കാറില്ല. ലാസ്റ്റ് നിമിഷത്തിൽ ചാട്ട വന്ന് എന്റെ മുതുകത്താ വീഴാറ്. അതുകൊണ്ട് ഞാനിത് ഈ ഒരു ജയം ഉണ്ടല്ലോ, പൊട്ടണോ പൊട്ടിക്കണോ, ആ പേര് തന്നെ ഉണ്ട്, പൊട്ടണോ പൊട്ടിക്കണോ. ആ രണ്ടു പേരും എനിക്ക് അനർത്ഥമായിട്ടുള്ള സൈസ് ആയിട്ടാ എനിക്ക് തോന്നി. പക്ഷെ ചേട്ടാ, ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ട്. ഒന്ന് എണീറ്റോ കൈയടിപ്പിക്കാൻ വേണ്ടിട്ട്. ഒന്ന് എല്ലാരും അതിന്റെ ആവശ്യം അല്ല, നിങ്ങൾ ഇരിക്കൂ. ചേട്ടൻ മാത്രം ക്യാപ്റ്റൻ എണീറ്റോ, ഒന്ന് കൈയടിക്കൂ, കൈയടിക്കൂ, കൈയടിക്കൂ. ഇതിന്റെ പിന്നിൽ വേറെ എന്തോ ഉണ്ടെന്ന് തോന്നല്. മന്ദം ഒന്ന് ഇങ്ങോട്ട് വരൂ പ്ലീസ്, വരൂ. തലയിലേക്ക് അതൊന്ന് ആവാഹിച്ച് അല്ലേ? സത്യം. ഇനി തലയിലേക്ക് നമ്മളിത് ആവാഹിച്ച് ചേട്ടന്റെ തലയിലേക്ക് ഈ കിരീടം വെക്കും കേട്ടോ. അടുത്ത റൗണ്ടിൽ കളിക്കാൻ പോണേ നമ്മുടെ ബിൻ ചേട്ടനാണ്. ഒപ്പം അപ്പഴേ പൊട്ടണോ പൊട്ടിക്കണോ എന്ന് പറഞ്ഞ ഗെയിമിന്റെ കറക്റ്റ് ഫിഗർ ആ പേരിന് ആസ്പദമാക്കിയിട്ട് കിട്ടണമെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതിന്റെ പൊസിഷൻ മാറ്റണം. കറക്റ്റ് ചെയ്ത് ഇതാണ് കറക്റ്റ്. ഞാൻ ഒരു കാര്യം പറയാം, ഈ ആവേശം കണ്ടിട്ട് സുധി ജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായിട്ടോ അങ്ങനെ പറയാൻ? എന്താ ഷാൻ ചേട്ടാ അങ്ങനെ പറഞ്ഞ? ആ നിപ്പും കുത്തി പൊട്ടിക്കാൻ ഇവനെ കഴിഞ്ഞും എടുക്കാൻ വേറെ ആരുമില്ല. ബാക്കും ഉണ്ടല്ലേ? ഓക്കെ, അപ്പൊ പിന്നെ ആ പ്രോപ്പർട്ടി അവന് നന്നായിട്ട് ചേരുന്നുണ്ട്. തിരിഞ്ഞ കണ്ടു നോക്കട്ടെ. രണ്ടുപേരും തിരിഞ്ഞു. ആഹാ, അടിപൊളി. ചേട്ടനുണ്ട്. ഞാൻ വരാം. വെയിറ്റ്. ഓക്കെ, അപ്പൊ ഇനി ചെറുക്കം വീട്ടുകാരുടെ പെർഫോമൻസ് ആണ് ഇനി ഇവിടെ തുടങ്ങാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിലും കൗണ്ട് ഡൗൺ പ്ലീസ്. തിരിഞ്ഞോളൂ. നീ കളിക്കണ്ട, കളിക്കണ്ട. കറങ്ങണ്ട ഇതേപോലെ. വെച്ച് തല്ലി പൊട്ടിച്ചേ. നോക്കിയിരിക്കേ. എന്തായാലും സുചേട്ടന്റെ ഈ ഒരു പ്ലേയില് സുചേട്ടൻ അറിഞ്ഞോണ്ടൊന്നും പൊട്ടിച്ചിട്ടില്ല, അറിയാണ്ട് പൊട്ടിയതും മാത്രമേ. പക്ഷെ ഭയങ്കര ഉന്നായിരുന്നു കേട്ടോ. കൺഗ്രാറ്റുലേഷൻസ്. സെക്കൻഡ്സ് ആണ് മാനി പോലെ പൊട്ടിച്ചിട്ടുള്ളത്. ചേട്ടാ, ഒന്ന് തിരുത്തി പറയേണ്ടി വന്നു അല്ലേ? എന്തായിരുന്നു നേരത്തെ പറഞ്ഞത്? അല്ല, എനിക്കറിയാറുന്നത് ബിനു തന്നെ ജയിക്കോളാം. ഞാൻ പിന്നെ ഒരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ എന്ന് കരുതി ഒരു ഡോസ് കൊടുത്താണ്. ഓക്കെ, ശരി. അപ്പൊ ഇതിലും പോയിന്റ് സ്കോർ ചെയ്തിട്ടുള്ളത് നമ്മുടെ ബിൻചേട്ടന്റെ ടീമാണ്. സോ ഇതും കൂടെ കൂട്ടിയിട്ട് നമ്മൾ നോക്കുമ്പോ ഇപ്പൊ ലീഡ് ചെയ്തോണ്ടിരിക്കുന്നത് ആരാ? ബിൻചേട്ടന്റെ ടീമാ. ഇനി നമ്മള് തേർഡ് റൗണ്ടിലേക്ക് പോവാൻ പോവാ. തേർഡ് റൗണ്ടിൽ വരാൻ പോകുന്നേ
കൊശ കൊസുവിന്റെ കൂടെ കൊല്ലം ഷാഫി ഷോർട്ട് ഫോം. അപ്പൊ കൊസും കൊശയും ഒരുമിച്ചാണല്ലേ ബാപ്പുങ്ങളും നമ്മുടെ വിനയൻ. ഓക്കെ, ആൻഡ് ഇവിടുന്ന് നമ്മുടെ ചാർലി ചാപ്ലിൻ ശശു. ഓക്കെ, അപ്പൊ ഇതിലും രണ്ടുപേരും സെറ്റ് ആണ് അല്ലേ? ശശു ആൻഡ് കൊശ റെഡി അല്ലേ? ഓക്കെ, സോ കൗണ്ട് ഓൺ പ്ലീസ്. കളിക്കാതെ പെട്ടെന്ന് കളിക്ക്. ഓ എടാ, ഒരിക്കലും കുത്തിയാ പൊട്ടില്ല. തല്ല്. മൂന്ന് പിള്ളേരുടെ തന്ത നിന്ന് കാണിക്കണോ പണിയാണോ? ഓക്കെ, അപ്പളേ എന്തോ നീ അത്ഭുതം. അന്ന് ജയിച്ചോണ്ടാണോ? ഒന്നും ചെയ്തില്ല. ഞങ്ങൾ ഇവിടുന്ന് ചീത്ത വിളിച്ചപ്പോ ശശാങ്കൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കുറെ ബലൂൺ പൊട്ടി. തോന്നാൻ അല്ല, ശ്രദ്ധ എവിടേക്കെങ്കിലും ഡീവിയേറ്റ് ചെയ്ത് പോയിരുന്നോ? ഇല്ല, ശ്രദ്ധ എങ്ങോട്ടും പോയില്ല. ഇതിന്റെ മുകളിൽ തന്നെ. പക്ഷെ തലകറങ്ങിപ്പോയി. അല്ല, അത്ര എളുപ്പമുള്ള പണിയല്ല. ഇരുന്ന് കാണുമ്പോ ഞാൻ വിചാരിച്ചു വളരെ എളുപ്പത്തിലായിരുന്നിട്ട് എന്താ ഇവരൊന്നും ഇത് ചെയ്യാം. ഇരുന്ന് സത്യത്തില് ഗെയിം തന്നെയാണോ കണ്ടോണ്ടിരുന്നിരുന്നേ? ലക്ഷ്മി, ഇതിനകത്ത് എനിക്കൊരു കാര്യം മനസ്സിലായി. പുറകിൽ നിന്ന് കുത്താൻ ബിനുവാണ്ടിമാരുടെ ടീമാണ് ബെസ്റ്റ്. ഇന്റർനാഷണൽ കൗണ്ടർ. ആ കൗണ്ടറിന് വഴി കാട്ടിക്കൊടുക്കാൻ പാടില്ല. ഇവിടെ തന്നെ ഇരിക്കണം. പുറകിൽ നിന്ന് കുത്തി ഹിറ്റ് അടിച്ചേക്കുന്നത് കട്ടപ്പയാണ്. കട്ടപ്പയുടെ ആളുകളാണ്. ആണല്ലേ? അതെ, ചതിയന്മാര്. ചതിയൊന്നുമില്ല. ചതിയില്ലാത്ത ഒരാളുടെ മുഖം കാണട്ടെ. ചതിയില്ലാത്ത ഒരാളുടെ മുഖം കാണട്ടെ. നമ്മളൊരു ഗസ്റ്റ് ആണ് പറഞ്ഞത്. ഗസ്റ്റ് അല്ലാതെ ഇവിടെ വേറെ ആരും അല്ല. ഗസ്റ്റിനിടെ ഞാൻ 4 വർഷമായിട്ട് അദ്ദേഹം ഇന്നാ വന്നേ. 4 വർഷം മനസ്സിലായി. അദ്ദേഹം ഇന്നാ വന്നേ. 4 വർഷമായിട്ട് ഗസ്റ്റിന്റെ ചെവി ചെന്ന് ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞ ഏത് ഗസ്റ്റും പറഞ്ഞു. എനിക്കറിയാം, ഇവരുടെ ഉടായ്പകൾ കംപ്ലീറ്റ് അറിയാം. നേരത്തെ തന്നെ പറയും, ഇവനെ അങ്ങ് കുത്തി പൊട്ടിച്ചാലോ. ശരി, എന്തായാലും ഇത് നല്ല പ്രാക്ടീസ് ഒന്നല്ല. എനിക്കിതൊന്നും അല്ല അറിയണം. 3 പ്രാവശ്യം പനവലൊന്ന് മാറ്റിക്കേ. എവിടെ ഒരാളെ കണ്ണൊന്ന് കണ്ടാ മാത്രം മതി. എന്റെ കണ്ണ അതിന്റെ അല്ല ഇതിന്റെ ഞാൻ ഇന്ന് ഈ ആരായി തീരുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. ശരി, അപ്പൊ പൊട്ടണോ പൊട്ടിക്കണോ എന്നുള്ളതിന്റെ തീരുമാനങ്ങൾ ഏകദേശം. ഇന്നലെ നാക്ക് നൈറ്റിടയിൽ പോട്ടിയുടെ കൂടെ കൊടുത്തോ? എന്റെ വായിൽ നാക്കില്ലേ? ഒരു കാര്യം ചെയ്യാം, അഭിമാന പ്രശ്നം ആയതുകൊണ്ട് തന്നെ ലാസ്റ്റ് റൗണ്ടിലേക്ക് നമ്മൾ അസീസ്ക ആൻഡ് ഷിയാസ്. ഇത് കൊലപാതകം നടത്താൻ വേണ്ടി ഞങ്ങൾക്ക് എന്താ ഉപകാരം? നിനക്ക് ഉപകാരം, നല്ല വയറ് നിറച്ച അടി അങ്ങ് തരും. ഓക്കെ, 2 മല്ലന്മാരെ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. ഷാജുൻ ചേട്ടാ, തവണ എന്തെങ്കിലും 2 മല്ലന്മാരാണ് മണ്ടന്മാരാണ്? അത് ഗെയിം കഴിഞ്ഞിട്ട് പറയാം. അതിന്റെ ഒരു നിപ്പ് കണ്ടിട്ട് പ്രവചനം പോലെ എന്റെ ഷിയാസ് ആണ് എന്റെ ഒരു ചോയ്സ്. ഇപ്പൊ കണ്ടിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ പറഞ്ഞിട്ടുള്ളതൊക്കെ അപ്പുറമാണ്. എന്നെ കൊറേ ഇതുപോലെ സൂചിപ്പിച്ചതാ. ഒളിഞ്ഞ് നാശമായി പോയി. മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണോ? അതെ, അല്ലല്ല, ഇത് ഞാൻ സുധിയെ മോട്ടിവേറ്റ് ചെയ്യാനാണ്. പക്ഷെ കാര്യമില്ലെന്ന് മനസ്സിലായി. പക്ഷെ ഇതങ്ങനല്ല എനിക്ക് തോന്നുന്നു. പിന്നെ അസീസ് മോശമല്ല. അസീസും ഭയങ്കര മിടുക്കനാണ്. ഭയങ്കര സ്പോർട്സ്മാൻ സ്പിരിറ്റിലുള്ള ഒരാളാണ്. എന്തായാലും നമുക്ക് നോക്കാം. കൗണ്ട് ഡൗൺ കൊടുക്കുക. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. കുനിയണ ഷിയാസേ. അയ്യോ, സൂചി പോന്നു. അതന്നെ. മുന്നോട്ട് പോ, ചായ മുന്നോട്ട് പോ.
കൺഗ്രാറ്റുലേഷൻസ് ടു ഷിയാസ് കരീം. ഷാജു ചേട്ടന്റെ പ്രഡിക്ഷൻ അങ്ങനെ കറക്റ്റ് ആയിരിക്കും. ആ ഒരു നിപ്പ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഷിയാസ് ആയിരിക്കും ജയിക്കുക. ആ സീസൺ നന്നായിട്ട് കളി. ഇതൊക്കെയാണ് പറഞ്ഞത്, പച്ചക്ക് തോപ്പിക്കുന്നു, പച്ചക്ക്. ഷിയാസ് എന്ത് തന്ത്രമാണ് അവിടെ ഉപയോഗിച്ചത്? പൊക്കം കുറഞ്ഞതെല്ലാം ഇപ്പൊ മനസ്സിലായല്ലോ ഷിയാസിന്റെ തലയിലല്ല എവിടെയാണ് ബുദ്ധിയിരിക്കണം. ഞാൻ ചിലപ്പോ ശരീരം മൊത്തം ബുദ്ധിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ പൊക്കം കുറഞ്ഞ് ഫസ്റ്റ് പൊടിച്ചു, പൊക്കം കൂടിയത് ലാസ്റ്റ് പൊടിക്കാൻ നോക്കി. ഓക്കെ, അപ്പോ ഈ ഗെയിം നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഷാജുൻ ചേട്ടന്റെ പ്രഡിക്ഷൻ കറക്റ്റ് ആയിരിക്കാണ്. ഈ റൗണ്ട് കഴിയുമ്പോൾ ഇതിൽ ജയിച്ചിട്ടുള്ളത് നമ്മുടെ ഷിയാസ് ആണ്. സോ ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഗെയിം കഴിയുമ്പോൾ പൊട്ടണോ പൊട്ടിക്കണോ എന്നുള്ള ഗെയിം കഴിയുമ്പോൾ ജയിച്ചിട്ടുള്ളത് പൊട്ടും തീരുമാനമായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ബിനു അടിമാലി ആൻഡ് ടീം വർത്താനം പറഞ്ഞ ചാട്ടം എടുക്കുക. ഈ പ്രോപ്പർട്ടി ക്ലിയർ ചെയ്തിട്ട് ഇതിനകത്ത് അടിച്ചാ പോരെ? പിന്നെ ഞങ്ങള് ഓടിച്ചിട്ട് തന്നെ ഇരുമ്പിന്റെ കൂട് കൊണ്ടുവന്നിട്ട് അതിനകത്ത് ഈ ആ കുന്തം വെച്ച് കുത്താനാവണെന്ന്, അടിക്കാനല്ല എന്ന്. ആ ധന്യമായ മുഹൂർത്തം ഇതാ പെട്ടെന്ന് വന്നെത്തിയിരിക്കുകയാണ്. ധന്യമായ മുഹൂർത്തം ചാത്ത കൊണ്ട് ഒരാൾ നട്ടല് വെള്ളമാക്കാൻ പോകുന്ന ധന്യ മുഹൂർത്തം. ഓക്കെ, അപ്പൊ ഇതെല്ലാം ചാട്ട അടിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ സ്വന്തം കുസു. എല്ലാവർക്കും ചോദിക്കാൻ വേണമെങ്കിൽ, അതായത് എന്താ പറയാ, ഗെയിമിൽ തോറ്റില്ലേ, പക്ഷേ ആ ഗെയിമിൽ തോൽക്കുന്ന സമയത്തും താൻ തോറ്റു എന്ന് മനസ്സിലായിട്ടും ആത്മവിശ്വാസം കൈവിടാതെ ഉച്ച വരെ നിന്ന് വരും പൊട്ടിച്ചതും 3 ദിവസം നമ്മള് ഭക്ഷണം കഴിച്ചിട്ട് വരുമ്പോഴും ഒരാൾ ഇവിടെ. അതാണ്, അതായത് ഇത്രയേ ഉള്ളൂ. ബെസ്റ്റ് എന്റർടൈനർ ആയിരുന്നു. ചേട്ടൻ്റെ ആ ഒരു പ്ലേ നമ്മളെ ഒരുപാട് ചിരിപ്പിച്ചു അല്ലെ. പിന്നെ ഒരുപാട് പുള്ളി ട്രൈ ചെയ്തു. ബെസ്റ്റ് പെർഫോമർ നമുക്ക് അവർ അപ്പൊ ഷാജു ചേട്ടനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം വന്ന് അഭിമാനത്തോടുകൂടി വന്ന് ജയിക്കാൻ വേണ്ടിയാണ്. ആരെങ്കിലും പിടിച്ചെനിക്ക് വരോ? ചാട്ടം കൊണ്ട് ഓരോരുത്തരായിട്ട് കൈയോടെ വാങ്ങാൻ പോവാണോ? ഞാൻ വരാം. നമ്മളെ ഈ വെള്ളത്തിലും ചെളിയിലൊക്കെ ചാടാൻ മുമ്പ് എങ്ങനെ ഡ്രസ്സ് പിടിക്കുക? അങ്ങനെ തന്നെ പിടിക്കണം കേട്ടോ. കണ്ണു അടിച്ചങ്ങ് ഗുരുക്കന്മാരെ ധ്യാനിച്ച് നിന്നോ. ഇപ്പൊ തരാം. ഞാൻ ഉദ്ദേശിച്ച ഡയലോഗ് വിട്ടപ്പോഴേ ഞാൻ കഷ്ണമായി 3 കഷ്ണം ചാട്ട. എന്റെ രാജബമ്പാലനെ ഇറക്കി വിടുക. രാജബമ്പാലന്റെ അടുത്ത് വനം വരും, ആരും പേടിക്കരുത്. പിടുത്തം വിട്ടു മോനെ, പിടുത്തം വിട്ടു, പിടുത്തം. എനിക്ക് ഡയാനെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അടിക്കാൻ തോന്നണില്ല. എന്നാ കല്യാണം കഴിക്കേ. അല്ല, ഞങ്ങള് കേട്ടില്ല. ണെങ്കിൽ കല്യാണം കഴിച്ചോളൂ. ഞാൻ ബിനു അടിമാലി യൂണിവേഴ്സിറ്റി പോയി പഠിച്ചിട്ട് വന്നാ ചാട്ടേടി. യൂണിവേഴ്സിറ്റി എങ്ങനെയാ? യാത് യൂണിവേഴ്സിറ്റി? പൊന്നോ ഒടുക്കത്താ. പിന്നെ ചൈറ്റവാടി പ്രാവശ്യം ഡാനയ്ക്കായിരിക്കും. ഞാൻ ഒരു ഉമ്മ നിന്റെ കൗണ്ടർ ആയിട്ട് ഞാൻ തിരിച്ചു തരാം. നീ രജിത് സാർ ആവണ്ട എനിക്ക് അവിടെ. എന്റെ സഖി എന്തിനാ പിണക്കോട് അല്ല കൽബേ ബൾബ് വേദന കൽബ് വേദന. ഒന്നൂടി പറഞ്ഞു. ഒരു കൗണ്ടർ വിജയിച്ചതിന്റെ പേരിൽ ഇനി എന്തൊക്കെ കാണണോ കേൾക്കണോ? ആ പാട്ട് ഒന്നും കൂടെ പാടോ. അടിമാലി ആരെങ്കിലും പിടിക്കോ? എന്റെ സഖി എന്തിനാ പിണക്കമെന്നോട് എന്തിനാ അല്ല പൊന്നെ കൽബ് വേദന.
അല്ലോ അല്ല പൊന്നെ കൽബ് വേദന എന്റെ സഖി എന്തിനാ പിണക്കമെന്നോട് എന്തിനാ എന്റെ പൊന്നെ കൽബ് വേദന അല്ലോ 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 എന്റെ പൊന്നെ കൽബ് എനിക്കല്ല എന്റെ ഒരു കൂട്ടുകാരൻ ഡോക്ടറുണ്ട് പുള്ളിനെ ഒന്ന് കാണിച്ചാൽ നല്ലതായിരിക്കും. ആണോ അസീസ്ക? ഓ മോനെ കാല് അകത്തി വെച്ചാൽ മതി. എനിക്ക് കൂട്ടി അങ്ങനെ ഇഷ്ടമല്ല. അങ്ങനെയല്ല, അത്ര വേണ്ട. ഇങ്ങോട്ട് വലത്താട്ടോക്ക് ഇങ്ങനെ കിടന്നാൽ മതി. അങ്ങനെ ഓക്കെ. അടിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. സീസ സാറേ അവിടെ ഇരുന്നോ. ശശാങ്ക 10 ഇംഗ്ലീഷ് പറ. This is my mind of the best friend and the Kosu TV proprietor. I can tell you, Melal Kosu TV proprietor. This is Kollam Sudhi and Ayurveda Arista Hospital. പാട്ടുപാടി ഓറക്കാം ഞാൻ താമര പൂമ്പൈതലേ കേട്ടു കേട്ടു ആനപ്പാറയിൽ അച്ചമ്മയാണോടാ പാടണേ? രാരിരാരം രാരിരോ ഉറങ്ങിയെന്ന് വിചാരിച്ചല്ലേ? പാട്ട് പാടിയിട്ട് സുധിയേണ്ടൻ തന്നെ ഉറങ്ങിയിടാം. പാട്ട് പാടി ആദ്യം ഈ പാട്ട് പാടി നശിപ്പിച്ചതിന് ഒന്നും കൂടെ തരാൻ ഞാൻ എന്റെ പാട്ട് ആഗ്രഹിക്കുന്നു. ചേട്ടാ, ചേട്ടൻ ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമല്ലേ? താൻ ചേട്ടാ ഒന്നും പറയാ. അപ്പൊ ഒന്നുമില്ലേലും 6 മതി 6 മതിയാ? ഞാൻ ബോൾ എടുക്കട്ടെ പോട്ട്. നാണം ഉണ്ടോടാ ഇങ്ങനെ അടിക്കാൻ? പ്രായമുള്ള അത് ഞങ്ങൾ അങ്ങോട്ടാ ചോദിക്കണേ. നാണം അച്ഛന്റെ അടി കൊള്ളാനൊരു നാണവുമില്ല. അടി കൊടുക്കുന്നവരുടെ അടുത്ത് ചോദിക്കുന്നത് നാണമുണ്ടോ? ഓക്കെ അപ്പൊ എപ്പിസോഡ് വൈൻഡപ്പ്. ആളില്ല, നമ്മൾ തീർന്നില്ലേ? ഇല്ല ആളൊന്നും തീർന്നിട്ടില്ല. വേഗം ചെല്ല്. പണി വരുന്നുണ്ട് ഷാഫി സാറേ. എന്റെ ഏതോ ഒരു പാട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു ആംഗ്ലം ഞാൻ ആ 4 വരി പാടിത്തരാം, നീ അടിക്കാതെ എന്നെ ഞാൻ പാടിത്തരാം. ഇനി ആ പേരില് അല്ല, പാട്ട് തല്ലിക്കൊള്ളാൻ നേരത്തെ നിങ്ങളുടെ ഒരു പാട്ട് പാടി ഹിറ്റാക്കാൻ നോക്കണ്ട. അടി കൊണ്ടിട്ട് പോകും. நிலவே உன்னை நினைத்து நான் ரசிக்கிறேன் இதயம் இரவில் உன்னை தான் தேடுகிறேன் அழகே நின் അനുരാഗം അലിവാർന്നിറങ്ങി ആ മധുര തേനുണ്ണ മോഹങ്ങളേറി മലരെ നിന്നെ കിനാവ് കണ്ടുറങ്ങി ഞാൻ മനതാരിൽ ആ നേരം സ്വന്തമെന്ന് തോന്നി നീ സ്വന്തം തോന്നി. ഇതുപോലെ തന്നെ പാടി വേറൊരു പാട്ടുണ്ട്. പ്രേമിച്ചവരെല്ലാം നാശത്തിലാണ്, പ്രേമപിശക്കടിയാണ്. വിഷുക്കണിയല്ല വിശക്ക്. എന്നും നിനക്കായി പാടാം. കോഴിക്കോട്ടിന് എങ്ങനെ പോവോ എന്തോ. ഇനി മേലെ അങ്ങനത്തെ പാട്ട് അവളെ പാടിക്കൊടുക്കും. മലരെ നിന്നെ കാണാതിരുന്ന ഒന്നെങ്കിൽ അടി വിളിക്കണം അല്ലെങ്കിൽ തെറി വിളിക്കണം, ഏതെങ്കിലും ഒന്ന്. എന്നാ തെറി വിളിച്ചിട്ട് അടിക്കാം. അയ്യോ ചേട്ടാ ഒരു മിനിറ്റ്, ഈ ഗെയിം നിങ്ങൾ ജയിച്ചത്, ബാക്കി എല്ലാ ഗെയിമും അടുത്തടുത്തായിട്ട് നമ്മളെ ജയിച്ചേ. ഇതില് ഞങ്ങളുടെ ടീമിലെ എല്ലാവർക്കും കുറച്ച് ബാക്ക് പെർഫോമൻസ് കുറവായിരുന്നു. നിങ്ങളുടെ ബാക്ക് പെർഫോമൻസും പിന്നെ പിന്നാമ്പുറ കാഴ്ച ഉള്ളതുകൊണ്ട് മാത്രം ആയിക്കോട്ടെ. ശരി, എന്നാ എന്റെ ബാക്ക് പെർഫോമൻസ് നീ ഒന്ന് ചേട്ടാ മാലാകര് നോക്കി നിക്കേ. നിന്നെ ഞാൻ തല്ലാൻ പോവാ. നീ മിണ്ടി കഴിഞ്ഞാൽ പടക്കപ്പരയുടെ ഉള്ളിൽ കിടന്ന് രേവതി കാത്തും. നീലകണ്ഠ പിന്നെ ഞാൻ തല്ലാൻ പോവാ. ഒരു കാറ് കത്തിച്ചാൽ എനിക്ക് പുല്ല. ഇതാരാ? പകരം നിന്റെ തറവാട് നീ ഞാൻ പൊളിക്കും. 1 2 3 വാവ്.
വാവ്. ഇതിന് 999 രൂപ മാത്രം. വാവ്. ആദ്യം മേടിക്കുന്ന 10 പീസിന് ഫ്രീ ആയിരിക്കും. വാവ്. ക്രിസ്ത്യൻ മാട്രിമോണി രംഗത്ത് 25 വർഷത്തെ സേവന പാരമ്പര്യവുമായി ചാവറ മാട്രിമോണി 100% വെരിഫൈഡ് ആയിട്ടുള്ള 6 ലക്ഷത്തിലധികം പ്രൊഫൈൽസ് ആണ് ഇതിനോടകം തന്നെ ഉള്ളത്. അത് മാത്രമല്ല, നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു പാർട്ട്ണറിനെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ chavramatrimony.com. ഓക്കെ, അപ്പൊ ഇതിലും ഇന്നത്തെ എപ്പിസോഡിൽ ഒരുപാട് നമ്മളിങ്ങനെ കുടുകുടാ ചിരിച്ചല്ലേ. എന്നാലും ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കാത്തിരിക്കുക. സോ നൗ വി ആർ സേയിങ് ബൈ ഫ്രം ബർജർ പെയിൻസ് വെതർകോട്ട് ലോങ് ലൈഫ് സ്റ്റാർ മാജിക് പവർഡ് ബൈ ഈസ്റ്റേൺ, chavramatrimony.com, Scott Floor Cleaner, Valluvanadu Easy Money, easy to make more money, Kerala Matrimony, Arun Ice Creams, Lana Technologies, Jackson Chirita Puttu Maker, and Sheen Lac Water Based Wood Polish. Our online education partner, Xylem MBBS Mobile Entrance App. Our special partner, Chris Pello saying, Tata, bye-bye, good night.